ദാസേട്ടാ ദാസേട്ടാ നോക്കേ, അന്ന് ഞാൻ ദാസേട്ടന് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ഏലസ്. അപ്പുറത്തെ തെങ്ങിൻ ചോട്ടി കിടക്കുന്നത് കണ്ടു, ഞാൻ എടുത്തോണ്ട് വന്നു. ഇന്നാ കെട്ടിക്കോ കെട്ടിക്കോ. ഏലസോ? ഏത് ഏലസ്? ഞാൻ ഏലസ് കെട്ടാറില്ലല്ലോ. കൊണ്ടുപോടാ കൊണ്ടുപോ. എന്താ അത് ദാസേട്ടൻ എന്തോ ജപിച്ച് കേട്ടാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. ആ പേരിലേക്ക് 10 രൂപയും തന്നു. ഇത്ര പെട്ടെന്ന് ചേട്ടൻ മറന്നുപോയത്? കള്ള റാസ്കൽ, ഒറ്റ അടി വെച്ച് നല്ലോണ്ടല്ലോ. നുണ പറയുന്നോ? എപ്പോഴാ ഞാൻ നിന്നോട് ഏലസ് വാങ്ങാൻ പറഞ്ഞേ? ദാസേട്ടൻ വെറുതെ ആ പാവത്തിന് ചീത്ത പറയണ്ട, ഒക്കെ മനസ്സിലായി. എന്താ കാര്യം? അന്ന് രാത്രിയിൽ ഉറക്കത്തിൽ ശ്രീകുട്ടി ആരോ ഉപദ്രവിക്കാൻ വന്നു പറഞ്ഞില്ലേ? അയാളുടെ കയ്യിൽ ഒരു രക്ഷ കെട്ടിയിട്ടുണ്ടായിരുന്നെന്നും ശ്രീകുട്ടി പറഞ്ഞു. എല്ലാരും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദാസേട്ടൻ ചെയ്ത പണിയാത്. ഭാര്യ സഹോദരന്മാരുടെ ഭാര്യമാരെ വെറുതെ വിടാത്ത മഹാൻ ഒരു അന്യ പെൺകുട്ടിക്ക് ഇളവ് അനുവദിക്കോ? നിർത്തടി. വാഴച്ചോട്ട് കിടന്ന് എന്തോ കിട്ടിയെന്ന് വെച്ച് എന്റെ ദാസനെ അപമാനിക്കാൻ നോക്കുന്നോ? ആരെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ദാസേട്ടനല്ല ഇത് ചെയ്തതെങ്കിൽ ഗുരുവായൂരപ്പന് മുമ്പിൽ ഒന്ന് സത്യം ചെയ്ത് പറയട്ടെ. എന്താ അളിയനൊന്നും പറയാനില്ലേ? എന്ത് പറയാനാ? നാണം കെട്ടവന്റെ ആസനത്തിൽ ആലുകളെന്ന് പറഞ്ഞ പോലെയായി. വേണ്ട, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ടല്ല ഞാൻ ഇവിടെ ഒന്ന് പൊറുക്കുന്നു. കുട്ടികളൊന്നും ഇല്ലാത്ത നിർമ്മലയുടെ മനസ്സിന് അല്പം ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയ. പക്ഷേ എനിക്ക് തക്ക ശിക്ഷ എന്നെ കിട്ടി. ഞാൻ ഇനി പടി കിടക്കില്ല. എനിക്ക് തൃപ്തിയായമ്മേ. വല്ലയിടത്തും കിടന്ന അലവലാദികളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് ഈ കുടുംബം നശിപ്പിച്ചില്ലടാ നീ. അമ്മയ്ക്ക് നാണമില്ലേ? ഏലസ് കെട്ടി ആ പെൺകുട്ടിയെ കടന്നു പിടിച്ചിട്ട് ഏലസ് കെട്ടിയ കള്ളൻ ഞാനാണോ അപ്പോട്ടനാണോ ഈ വീട്ടിലെ ഓരോരുത്തരും സംശയിച്ചില്ലേ? എന്നിട്ട് ആ കള്ളത്തരം തെളിഞ്ഞപ്പം അമ്മ അവന്റെ സൈഡ് നിൽക്കുക. ഞാനും അപ്പോട്ടനും അനുഭവിച്ച വേദന എന്തുമാത്രമാണെന്ന് അമ്മയ്ക്കറിയാവോ? അയാൾ പോണെങ്കിൽ അങ്ങ് പോട്ടെ. നീ ഒറ്റ ഒരുത്തിയാ നിനക്ക് കാരണക്കാരി. നിനക്ക് അവിടെ താമസിച്ചാൽ എന്താടി? എടീ, പെമ്പിള്ളേര് കല്യാണം കഴിഞ്ഞാൽ താമസിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാ, അല്ല സ്വന്തം വീട്ടിലല്ല. വാസുവേട്ടാ, ദാസേട്ടൻ പോയപ്പോ കിരീടത്തിലെ കീരിക്കാരനെ പോലെ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ടാ പോയത്. ഐ ആം റിയലി വറീഡ്. അയാൾ ഒരു ചുക്കും ചെയ്യില്ല. നീ ഇരുന്ന് വല്ലതും കഴിക്കാൻ നോക്കും. അതേർത്ത് ഇത്തിരി കൂട്ടാൻ ഞാൻ ചോദിച്ചേ. എടാ വാസു, നീ അറിഞ്ഞോ നമ്മുടെ രാമനാഥൻ ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലാ? എന്ത് പറ്റിയതാ? മദ്രാസിൽ നിന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ വന്നിറങ്ങി വീട്ടിലേക്ക് കാറിൽ പോകുന്ന വഴി ഒരു നാഷണൽ പെർമിറ്റിൽ ഒരു വന്നിടിച്ചതാ. കാറ് പപ്പടം പോലെ തീർന്നുപോയി. അത് കണ്ട അതിനകത്തുണ്ടായിരുന്ന ആള് ജീവനോടുണ്ടെന്ന് പറഞ്ഞാ ആരും വിശ്വസിക്കില്ല. എന്നാ ഇത് സംഭവിച്ചത്? 2-3 ദിവസമായി. ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അറിയാവോ? മെഡിക്കൽ സെന്ററിലാ. ഇന്ന് തന്നെ പോയി രാമേട്ടനെ ഒന്ന് കാണണം. നീ വരുന്നോ? നീയും വാ, നമുക്ക് ഒരുമിച്ച് പോവാം. മദ്രാസിന്ന് വന്നിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കാനിരുന്ന പാവൻ രാമേട്ടൻ. രാമേട്ട, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? വേദന, ഈ വേദന പോലും ഇപ്പൊ എനിക്കൊരു സുഖം. വല്ലാത്തൊരു നിർവൃതിയ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. കൈയുടെ ഫ്രാക്ചർ? കൈ അങ്ങനെ തന്നെ മുറിച്ചു കളയാൻ പോകുമ്പോ പിന്നെന്ത് ഫ്രാക്ചർ? കൈ മുറിച്ചു കളയാനോ? ചെയ്തു കൂട്ടിയ തെറ്റുകളുടെയൊക്കെ ഫലം അനുഭവിക്കാതെ തരവില്ലല്ലോ. പാപത്തിന്റെ കറപുരണ്ട കൈകളിലൊന്ന് മുറിച്ചു കളയാൻ തീരുമാനിച്ചത് ദൈവത്തിന്റെ ശിക്ഷയായിരിക്കും. രാമേട്ടന്റെ കൂടെ ഇപ്പോ ഇവിടെ ആരാ ഉള്ളത്? ആരുമില്ല. കൂടെ നിൽക്കേണ്ടവരൊക്കെ പണ്ടേ എന്നെ ഉപേക്ഷിച്ചു പോയി. നിങ്ങളെങ്കിലും എന്നെ കാണാൻ വന്നതിൽ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എന്നെ കാണാൻ വന്നു എന്നറിഞ്ഞാൽ മറ്റുള്ളവർ തന്നെ പഴി പറയും. രാമനാഥൻ, പെണ്ണുപിടിയൻ, മദ്യപാനി, ആഭാസൻ. അല്ലേ വാസു? എന്താ രാമേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യമല്ലേടോ? എന്റെ ആഭാസത്തരം സഹിക്കവയ്യാതെയാണ് എന്റെ ഭാര്യ കൂടി എന്നെ ഉപേക്ഷിച്ചു പോയതെന്നല്ലേ താൻ പോലും വിശ്വസിക്കുന്നത്? ഞാൻ എന്റെ സംഗീതത്തെക്കാൾ ഏറെ സ്നേഹിച്ചതാണ് അവളെ. വിലാസിനി, അവളുടെ ലാസ്യഭാവങ്ങൾ, നൃത്തച്ചുവടുകൾ എല്ലാം എന്റെ മോഹാവേശങ്ങളായി. അവളുടെ നൃത്തം എന്റെ ഹൃദയമെടുപ്പിന്റെ താളം തെറ്റിച്ച ഏതോ നിമിഷത്തിൽ ഞാൻ വിവാഹാഭ്യർത്ഥനയുമായി അവളെ സമീപിച്ചു. അവൾ ഹൃദയപൂർവ്വം എന്റെ അഭ്യർത്ഥന സ്വീകരിച്ചു.
ഞാൻ അവളെ വിവാഹം കഴിച്ചു. വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ ധിക്കരിച്ച്. അതിന്റെ പേരിൽ എല്ലാവരും എന്നെ വെറുത്തു, ഉപേക്ഷിച്ചു എന്ന് പറയുന്നതാവും ശരി. സ്വന്തം അമ്മ പോലും. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഒരു നവവരന്റെ വികാരാവേശങ്ങൾ ഉള്ളിലൊതുക്കി ഞാൻ അവളോട് പറഞ്ഞു, ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. തുളുമ്പുന്ന പാൽ ഗ്ലാസ് ഇല്ല. നാണത്തോടെ നിൽക്കുന്ന നവവധുവിനെ മണിയറയിലേക്ക് തള്ളിവിടാൻ ഒരു നാത്തൂൻ പോലുമില്ല. നീയാണ് എൻ്റെ സർവസ്വം. നിന്റെ നൃത്തം എൻ്റെ ആത്മാവിൻ്റെ സംഗീതമാണ്. അത് മാത്രം മതി എനിക്ക്. എനിക്ക് ഒരാഗ്രഹമുണ്ട്. മദുരാശി കലാക്ഷേത്രയിലെ നൃത്തോത്സവത്തിൽ നീ നൃത്തശ്രീയാവണം. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രശസ്ത നർത്തകികളാടുന്ന വേദിയിൽ എന്റെ സംഗീതത്തിനൊത്ത് നീ ചുവട് വയ്ക്കണം. നാട്യ തിലകമണിയണം. അതെന്റെ മോഹമാണ്. രാമേട്ടന്റെ മോഹം എന്റെയും മോഹമാണ്. ഒരു കന്യകയുടെ വിശുദ്ധിയോടെയും യോഗിനിയുടെ ഏകാഗ്രതയോടെയും വേണം നീ ആ വേദിയിൽ നൃത്തമാടാൻ. സംഗീതവും നൃത്തവും ഒക്കെ ഒരു തപസ്യാണ്. മൃദുല വികാരങ്ങൾ ആ തപസ്യയെ തടസ്സപ്പെടുത്താൻ പാടില്ല. മനസ്സിന്റെ ഏകാഗ്രത നഷ്ടമായാൽ നിന്റെ നൃത്തച്ചുവട് പിഴയ്ക്കും. അതുകൊണ്ട് മനസ്സിൽ നാട്യഗുരുവിനെ സ്മരിച്ച് സ്വസ്ഥമായി ഉറങ്ങുക. ഗുഡ് നൈറ്റ്. പിച്ചളച്ചിലങ്കകൾ മാത്രം കെട്ടിയാടി അവൾക്ക് വേണ്ടി ഞാനൊരു സ്വർണ്ണച്ചിലങ്ക തീർത്തു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഞാൻ അവളെ വിളിച്ചുണർത്തി നൃത്തം പരിശീലിപ്പിച്ചു. ഞാൻ കൊടുത്ത സ്വർണ്ണച്ചിലങ്കകൾ കെട്ടി അവൾ നൃത്തമാടി. എന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും അവൾ നൃത്തം പരിശീലിച്ചു. കലാക്ഷേത്രയിലെ നൃത്തോത്സവത്തിന് ഒരാഴ്ച മുമ്പ് തൃക്കോട്ടൂർ അമ്പലത്തിലെ കഥകളിക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ അവസാന നിമിഷം അവൾ വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. മനസ്സ് മടിച്ചാണെങ്കിലും കഥകളിയോടുള്ള ഭ്രമം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പുറപ്പെട്ടു. മഴ പെയ്തുകൊണ്ടിരുന്ന ആ രാത്രിയിൽ വഴിക്ക് വെച്ച് വണ്ടി കേടായി. വണ്ടി ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ കണ്ടത് എന്റെ കിടപ്പറയിൽ കിടക്കുന്ന എന്റെ ഭാര്യയും അവളുടെ കാമുകനെയുമായിരുന്നു. ഞാനല്ലാതായി. ഒടുവിൽ ഞാൻ സമ്മാനിച്ച സ്വർണ്ണച്ചിലങ്കകൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൾ അവളുടെ കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയി. രാഗതാളങ്ങൾ നിറഞ്ഞ എന്റെ ജീവിതത്തിന്റെ താളപ്പിഴ അവിടെ ആരംഭിച്ചു. പിന്നെ എനിക്ക് വാശിയായിരുന്നു. സുന്ദരികളായ കലാകാരികളെ വശീകരിച്ച് ഞാൻ എൻ്റെ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഓരോ രാത്രിയിലും അവരെന്റെ കിടക്കറ പങ്കിട്ടു. ഞാൻ എൻ്റെ ജീവിതത്തോട് തന്നെ പകരം വീട്ടുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഞാൻ സ്വയം നശിക്കുകയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എല്ലാം കിട്ടിയപ്പോഴും സ്നേഹം എന്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. വ്യർത്ഥമായ ജീവിതത്തിന്റെ അർത്ഥശൂന്യത എനിക്കപ്പോഴാ ബോധ്യമായത്. വാസു, ഹൃദയം നിറയെ സ്നേഹിക്കാൻ സർവ ഐശ്വര്യങ്ങളുമായി ഹൃദയശുദ്ധിയുള്ള ഒരു ഭാര്യയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ആ സ്നേഹം മുഴുവൻ അനുഭവിച്ചറിയാൻ മഹാഭാഗ്യം ചെയ്തവനാ നീ. ഞാൻ മരിച്ചാൽ പോലും ആരും എനിക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാനുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഒക്കെ എന്റെ കർമ്മഫല. ഇപ്പൊ എനിക്ക് വല്ലാത്ത മനസമാധാനവും സ്വസ്ഥതയും തോന്നുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വേദന പോലും സുഖകരമായൊരു നിർവൃതിയാണ് എനിക്ക്. ഇതാര് ദാസനോ? നീ വന്നോ മോനെ? വരേണ്ടി വന്നു. ഇതെല്ലാം അമ്മയ്ക്കുള്ളതാ. ദശമൂലാരിഷ്ടം. ഇത് ഗുരുവായൂരപ്പന്റെ പ്രസാദം. ഇത് ഉണ്ണിക്കണ്ണന് നിവേദിച്ച ഉണ്ണിയപ്പം. നിവേദ്യം അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇല്ല, ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇത് അമ്മ അങ്ങോട്ട് എടുത്താൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. ഇനി നീ ഒരിടത്തും പോണ്ട മോനെ. ഇല്ല, എനിക്ക് ഉടനെ പോണം. ഞാനിപ്പോ ബിസിയാണ്. അപ്പൊ നീ നിർമ്മലയെ കാണുന്നില്ലേ? എനിക്കിവിടെ അമ്മയല്ലാതെ ആരെയും കാണാനില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പോയപ്പോ പോകല്ലേ മോനെ ദാസ എന്ന് പറഞ്ഞ് എന്നെ വിലക്കിയത് അമ്മയാണ്. അമ്മയാണ് എന്റെ കാണപ്പെട്ട ദൈവം. പെറ്റമ്മയെ ഞാൻ മറന്നാലും അമ്മായിമ്മയെ മറക്കാൻ എന്നെ കൊണ്ടാവില്ല. നീ നല്ലവനാ മോനെ. അനുഗ്രഹിക്കണം. നിനക്ക് മാത്രമേ ഈ അമ്മയുടെ സ്നേഹമുള്ളൂ. ഞാൻ പെറ്റ ആൺസന്തതികളെല്ലാം അച്ഛമാരുടെ വാക്ക് ദൈവവാക്കെന്നും പറഞ്ഞ് നടക്കുക. അനുഭവിക്കും. അതുങ്ങളെല്ലാം അനുഭവിക്കും.
എന്റെ മക്കൾ ഇനി എങ്ങോട്ടും പോണ്ട. ഓ. മോനിവിടെ ഇരിക്കേ. അമ്മ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നു. ഇരിക്കും മോനെ. എന്റെ ഈശ്വര, ദാസേട്ടൻ വന്നോ? ഓരോ അലവലാദികൾ വല്ലതും പറഞ്ഞു എന്ന് കരുതി എന്നെ വേണ്ടെന്ന് വെച്ചില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ആരെന്ത് തെറ്റ് ചെയ്താലും നിന്റെ അമ്മ ഒരാളെ കരുതിയാണ് ഞാനിപ്പോ വന്നത്. ഇനി ഞാനിവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് വേണേ എന്റെ കൂടെ വരാം. ഞാൻ പഴയ പോലെ വേലയും കൂലിയും ഒന്നും ഇല്ലാത്ത വെറും ദാസനല്ല. ഞാനൊരു ബാലെ ട്രൂപ്പിൽ പാടാൻ പോകുന്നതുകൊണ്ട് എനിക്ക് മാസം 3000 രൂപ സാലറി കിട്ടും. അല്ലറ ചില്ലറ വേറെ. ഇന്ന് ഏതായാലും ദാസേട്ടൻ പോണ്ട. പ്രോഗ്രാം ഉള്ളപ്പോ മാത്രം പോയിട്ട് വന്നോളൂ. പോടി, നീ പറഞ്ഞാലൊന്നും ഞാൻ അനുസരിക്കില്ല. അമ്മ പറഞ്ഞാൽ അത് പരിഗണിക്കണോ വേണ്ടോ ഒന്ന് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല. ദാസൻ ഇനി എങ്ങോട്ടും പോണ്ട. ഇവിടെ നിന്റെ ഭാര്യയല്ലേ മോനെ. അമ്മ പറയുന്നത് നിഷേധിച്ചാൽ ഈശ്വര കോപം കിട്ടുമെന്ന് ഭയന്നാ ഞാനിവിടെ നിൽക്കാൻ പോകുന്നത്. നീ ഇവനെയും കൂട്ടി അകത്തേക്കല്ലേ. വാ ചേട്ടാ. വരൂ ചേട്ടാ. വരൂ ചേട്ടാ. ആ വരൂ. എനിക്ക് വളരെ സന്തോഷമായി ചേട്ടാ. സന്തോഷിക്കാൻ വരട്ടെ. ഇന്ന് നീ എനിക്കൊരു വാക്ക് തരണം. വാക്കോ? ഇത്രയും നാൾ ജോലി ഇല്ലാത്തവനായതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നീ എനിക്ക് ലോക്ക് ഇട്ടിരിക്കരുത്. ഇന്ന് മുതൽ അത് പാടില്ല. മാസം 3000 രൂപ ശമ്പളം പറ്റുന്ന ഒരു ജോലിക്കാരനാണ് ഞാൻ. നീ ഒറ്റ പ്രസവത്തിൽ 3000 കുട്ടികളെ പ്രസവിച്ചാലും അവറ്റകളെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. അണ്ടർസ്റ്റാൻഡ്? പോയി ഒരു ഗ്ലാസ് പാലെടുത്തുണ്ടടി. ആ ഓ മീശയില്ലല്ലോ.